മാത്രമല്ല, നേരിടുന്ന കാർഷിക, വ്യവസായിക, പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുമെന്ന് ജില്ലാ കളക്ടർ മാധവിക്കുട്ടി. കേരള മോഡൽ വികസന പാതയിലേക്ക് പാലക്കാട്ടിലെ പല പ്രദേശങ്ങളും മുന്നോട്ട് വരാനുണ്ട്. മലമ്പുഴയിൽ വരാനിരിക്കുന്ന സാനിറ്ററി മാലിന്യ സംസ്കരണ പ്ലാന്റിനെ കുറിച്ച് വ്യക്തത വരുത്തേണ്ടത് സർക്കാരാണെന്നും കളക്ടർ പ്രസ് ക്ലബിൽ മുഖാമുഖം പരിപാടിയിൽ പറഞ്ഞു. വികസനത്തിനായി നിരവധി പദ്ധതികളും രൂപരേഖകളും സർക്കാരിനുണ്ട്. ഇവ പ്രാവർത്തികമാവാൻ കാലതാമസം നേരിടുന്നതാണ് പ്രശ്നം. നെൽകർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ തുടരും. വന്യജീവി മനുഷ്യ സംഘർഷം ഒഴിവാക്കുന്നതും സങ്കീർണമാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ മാതൃകാ പദ്ധതികൾ ഉണ്ടെങ്കിൽ അത് പ്രയോഗത്തിൽ വരുത്താനുള്ള ശ്രമം തുടരും. ഫെൻസിംഗ് പോലുള്ള പദ്ധതികൾക്ക് സാമ്പത്തികം പ്രതിസന്ധിയാണ്. മാലിന്യ സംസ്കരണത്തിൽ കേരളം മികച്ച മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ഭാവി തലമുറയ്ക്ക് ആവശ്യമായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ തടസ്സമുണ്ടാക്കുന്നത് ശരിയല്ല. എന്നാൽ പദ്ധതികൾ നടപ്പിലാകുമ്പോൾ ജനവിശ്വാസം ആർജിക്കാൻ കഴിയണം. മലമ്പുഴയിൽ വരാനിരിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റിനെ കുറിച്ചും ബോധവൽക്കരണം ഉണ്ടാവണം. അട്ടപ്പാടി ഉൾപ്പെടെ ആദിവാസി മേഖലകളിൽ ഭൂമി പ്രശ്നങ്ങൾ ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ വർഷങ്ങളായി നിലനിൽക്കുന്നുണ്ട്. ഇവ പരിഹരിക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട്. വ്യത്യസ്തവും വൈവിധ്യവുമായ പല മേഖലകളുള്ള പാലക്കാട് കളക്ടർ പദവിക്ക് ഏറെ ചെയ്യാൻ കഴിയുന്ന ഭൂപ്രദേശമാണ്. അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ പരമാവധി കാര്യങ്ങൾ ചെയ്യുമെന്നും കളക്ടർ പറഞ്ഞു. ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാകും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല ക്യാമ്പസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു അഡ്മിനിസ്ട്രേറ്ററെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ട്രിവാൻഡ്രത്ത് ഞാൻ സബ് കളക്ടറായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ആ പ്രവർത്തനത്തിന്റെ ഇടയ്ക്ക് നമ്മൾ ജില്ലാ കളക്ടർ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി റവന്യൂ വർക്കുകളിലെല്ലാം. പക്ഷെ എന്നിരുന്നാലും ലോ ആൻഡ് ഓർഡർ പ്രോബ്ലംസും സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലംസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. എലക്ഷൻ നമ്മൾ മാനേജ്മെന്റിലുണ്ട്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം നമ്മളുടെ പ്രവർത്തികളുണ്ട്. പക്ഷെ തിരുവനന്തപുരത്തൊരു ഫയർ ഫൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സർക്കംസ്റ്റൻസസ് ആണ് കൂടുതൽ. പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടാകുന്നു, ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നം വരുന്നു, അവിടെ നമ്മൾ പോയി ഇടപെടണം, ആ പ്രശ്നം എസ്കലേറ്റ് ചെയ്യാതെ നോക്കുക. അപ്പം ആ ടൈമിൽ തന്നെ പല സമയത്ത് ഇപ്പോൾ പൂന്തുറയിലാണെങ്കിലും അല്ലെങ്കിൽ വിഴിഞ്ഞത്താണെങ്കിലും ഒക്കെ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസിൽ ആക്റ്റീവായിട്ട് ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഈ പ്രോസസ്സുകളിലൊക്കെ ഇടപെടുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു IAS ഓഫീസർ എന്നുള്ള രീതിയിൽ നമ്മുടെ ക്യാൻവാസ് കുറച്ചൊക്കെ ലിമിറ്റഡ് ആവുന്നുണ്ട്. കാരണം നമ്മുടെ സമയം നമ്മൾ അതിലേക്ക് മാറ്റി വെക്കുകയാണല്ലോ. മാത്രമല്ല, ഫണ്ടമെന്റലി നമ്മളൊരു ലാർജർ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ നമ്മൾ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിന് വേണ്ടി സമയം ചെലവഴിക്കുന്നത് അത് കാരണം കുറഞ്ഞു വരികയാണ്. പാലക്കാട് അങ്ങനെയല്ല, കുറച്ചും കൂടി സമാധാനമുള്ള ജില്ലയായത് കാരണം കോർ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിൽ നമുക്കൊന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ കൂടുതൽ സമയം കിട്ടുന്ന ഒരു ജില്ലയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രസ് ക്ലബ് സെക്രട്ടറി ശ്രീനേഷ്, സംസ്ഥാന ട്രഷറർ മധുസൂദനൻ കർത്ത, പ്രസിഡന്റ് നോബിൾ ജോസ്, മുഹമ്മദ് അലി എന്നിവർ കളക്ടർക്ക് ഉപഹാരം നൽകി. ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആശങ്കകൾക്ക് യാതൊരു വക സ്കോപ്പും ഇല്ലാത്തൊരു കാര്യമാണ്. സയന്റിഫിക് ആയിട്ട് തന്നെ അത് ചെയ്യും എന്നുള്ളത് ഞാൻ ഉറപ്പുതരാം. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യും. എനിക്ക് തോന്നുന്നു KSWMP നിന്ന് നേരിട്ട് വന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് എന്താണ് ഈ പദ്ധതി, അതിന്റെ ശാസ്ത്രീയമായി അത് എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്, അതിന്റെ മോഡൽ എന്താണ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഇത് പറയുമ്പോൾ അതിന്റെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ എന്താണെന്നോ അല്ലെങ്കിൽ അത് എന്താ എഫക്ട് ഉണ്ടാക്കുമെന്നോ ഞങ്ങൾക്ക് തന്നെ അറിയില്ല. അപ്പൊ അതുകൊണ്ട് മാഡത്തിനോട് ചോദിക്കുകയാണ്, എന്താണ് ആ പദ്ധതി, എങ്ങനെയാണ് അത് നടപ്പിലാക്കുന്നത്? ആ പദ്ധതിയെ പറ്റിയിട്ട് ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഇത് LSTD ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നടപ്പിലാക്കുന്ന ഒന്നാണ് KSWMP പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പം അത്രത്തോളം സ്റ്റേറ്റിന്റെ ഒരു ഇന്റർവെൻഷനോട് കൂടി വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മുമ്പോട്ട് പോകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഒരു പ്രയോറിറ്റി പ്രോജക്റ്റുമാണ്. അതിൽ ജില്ലാ കളക്ടർ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് പകരം എനിക്ക് തോന്നുന്നു സ്റ്റേറ്റിൽ നിന്ന് തന്നെ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ഞാൻ കടക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ഇന്റർവെൻഷന് ശേഷം എനിക്ക് അങ്ങനെ ഒരു കാര്യം സ്റ്റേറ്റിൽ നിന്ന് പറയുകയാണ്, നമ്മൾ പബ്ലിക്കിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങും, IAC ക്യാമ്പയിൻസ് ആക്റ്റീവായിട്ട് ചെയ്യൂ എന്ന് പറയാതെ നമ്മൾക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് പാലക്കാട് എന്നത്തെ തമിഴ്നാട്ടിലൊക്കെ ഹാങ്ങിങ് ഫെൻസിങ് പോലെയുള്ള സംഭവങ്ങളുണ്ടെന്ന് കേട്ടു. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളതാണ്. മറ്റൊരു വശവും ഉള്ളത്, ഇപ്പം പലപ്പോഴും വന്യജീവി ശല്യങ്ങളിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ആനയുടെ ഒരു പ്രസൻസും ആന ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത്. ആന വളരെ അഡാപ്റ്റ് ചെയ്യുന്ന ഒരു ജീവിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ആനിമലാണ്. ഇപ്പം തമിഴ്നാട്ടിലൊക്കെ, ഇപ്പം ഞാൻ തെങ്കാശിയിലൊക്കെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫെൻസിങ് വെച്ചാൽ പോലും അതിനെ എങ്ങനെ മറികടക്കണം എന്ന് കൃത്യമായിട്ട് അതിന് മനസ്സിലായി അത് ആ രീതിയിൽ പ്രവർത്തിക്കുകയും അഡാപ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ജീവിയായിട്ടാണ്. അപ്പം ഒരു എവർ ഇവോൾവിംഗ് പ്രോസസ്സാണ്. അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ നിന്നാണെങ്കിലും നമ്മൾ കൂടുതൽ പഠിച്ച് കൂടുതൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു മേഖലയായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല കേരള വിഷൻ
കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.